ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിവിടെ വാങ്ങിയ വൈഫൈ സിം റൂട്ടറാണ്. അതായത് നമുക്ക് ഈ ഒരു റൂട്ടറിൽ ഏത് കമ്പനിയുടെ സിം വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു റൂട്ടർ ഇവിടെ മേടിക്കാനുള്ള കാരണം പറയാം. BSNL ഒഴികെ ബാക്കിയുള്ള എല്ലാ കമ്പനികളും കുത്തനെ റേറ്റ് കൂട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഇരുന്ന ഐഡിയയുടെ സിം ഞാൻ പോർട്ട് ചെയ്ത് BSNL ആക്കി. BSNL ആകുമ്പോൾ നെറ്റ് ചാർജ് എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ BSNL ആക്കി ഇവിടെ നെറ്റ് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ എനിക്ക് അവിടെ വലിയ കാര്യമായിട്ട് റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് 4G കിട്ടുള്ളൂ. അതുപോലെ എനിക്കിവിടെ വീടിനുള്ളിലും 4G കിട്ടില്ല. കോൾ ചെയ്യാനുള്ള റേഞ്ച് ഉണ്ട്, 4G കിട്ടില്ല. ആ ഒരു പ്രശ്നമായിരുന്നു എനിക്കിവിടെ ഉണ്ടായത്. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്നും 1700 രൂപയ്ക്ക് വാങ്ങിയ വൈഫൈ സിം റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് എല്ലാ കമ്പനിയുടെയും സിമ്മ് സപ്പോർട്ട് ചെയ്യും. 4G 5G സിമ്മും സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഞാനിവിടെ വാങ്ങിയേക്കുന്നത് ട്രൂവ്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റൂട്ടറാണ്. പിന്നെ എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ കുറച്ചും ഉൾപ്രദേശം ആയതിനാൽ ഇവിടെ കേബിൾ കണക്ഷനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സിം റൂട്ടർ വാങ്ങാനുള്ള കാരണം. അതുപോലെ ഈ റൂട്ടറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ റൂട്ടറിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ റൂട്ടിലൂടെ നിലവിലിട്ടേക്കുന്നത് BSNL സിമ്മാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫോണിലേക്കൊന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോണും റൂട്ടും തമ്മിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വൈഫൈ ഓൺ ആക്കി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇവിടുന്ന് പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഒരു ഡൗൺലോഡിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് 32 MB ആണ് ഇതിന്. അപ്പോൾ 32 MB ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്ത് തീരാൻ എത്ര സമയം എടുക്കുന്നുണ്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം 5:30 അതുപോലെ വേറെ ഒരു പ്രധാന കാര്യം, ഞാനിവിടെ ഈ റൂട്ടിൽ ഇട്ടേക്കുന്ന BSNL സിമ്മാണ്. അതുപോലെ എൻ്റെ വീടിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ BSNL സിമ്മിനും വളരെയധികം റേഞ്ച് കുറവാണ്. ഈ ഒരു സിം ഞാൻ ഫോണിലിട്ടാണ് നെറ്റ് ഉപയോഗിക്കാൻ നോക്കുന്നെങ്കിൽ വളരെയധികം സ്പീഡും കുറവായിരിക്കും. എപ്പോഴും തന്നെ ഈ ആയിരിക്കും കാണിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു BSNL സിം ഈ റൂട്ടിലെടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡൗൺലോഡിങ് സ്പീഡും അതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതിനകത്തൊന്നും വീഡിയോ കാണാൻ ഒരു കുഴപ്പമില്ല, ലാഗില്ലാതെ നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 4G കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെങ്കിൽ ഈ റൂട്ടർ മേടിച്ച് വെക്കാൻ ഉപകാരപ്പെടും. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ഈ റൂട്ടർ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഏറ്റവും നന്നായിട്ട് 4G കിട്ടുന്ന സ്ഥലം അവിടെ വേണം ഈ റൂട്ടർ വെക്കാനും. അതുപോലെ നമ്മുടെ ഈ റൂട്ടർ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബാറ്ററിയിലും വേണേൽ വർക്ക് ചെയ്യിക്കാം. അതിനായിട്ട് 12 വോൾട്ടിൻ്റെ ചെറിയ ബാറ്ററി പാക്ക് മതിയാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൂട്ടറിന് ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി പാക്ക് ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് ഈ റൂട്ടറിൻ്റെ അഡാപ്റ്റർ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ 32 MB ഉള്ള ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ എടുത്ത ഈ സമയം ഏകദേശം 1 മിനിറ്റ് അടുത്തായിട്ടുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫാസ്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ആവുന്നുണ്ട്. പിന്നെ BSNL നല്ല റേഞ്ചുള്ള സ്ഥലമാണെങ്കിൽ ഈ സ്പീഡായിരിക്കില്ല, നല്ല സ്പീഡ് കിട്ടും. അതുപോലെ ഈ റൂട്ടിൽ നമ്മൾ ജിയോ സിമ്മൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഒന്നും പറയാനില്ല, നല്ല ഫാസ്റ്റായിട്ട് നെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് യൂട്യൂബ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. യൂട്യൂബിൻ്റെയൊക്കെ സ്പീഡ് വീഡിയോ ലോഡ് ആകുന്ന ഒരു സമയമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ തന്നെ ഈ ഒരു ചാനൽ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വീഡിയോ ഒക്കെ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലത്തെ റൂട്ടറോടെ മേടിച്ച് വെച്ച് BSNL സിമ്മും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നെറ്റിനൊക്കെ ഒരുപാട് ചാർജ് കുറവുണ്ട്. അതുപോലെ നമുക്ക് ഒന്നിലധികം ഫോണും ഈ റൂട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇനി റൂട്ടറിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വൈഫൈ റൂട്ടറിൻ്റെ ബോക്സ്. ഇതിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ റൂട്ടറിൽ എല്ലാം 4G 5G സിമ്മും സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ അധികം സാധനങ്ങളൊന്നുമില്ല, 3 ഐറ്റംസാണ് കിട്ടുന്നത്. റൂട്ടർ, പിന്നെ ഒരു കേബിൾ, പിന്നെ അഡാപ്റ്റർ. ഇനി ഈ റൂട്ടറിൻ്റെ ബാക്കിലാണെങ്കിൽ 2 സോക്കറ്റുകളാണുള്ളത്. ബ്ലാക്ക് നിറത്തിൽ കാണുന്ന ഈ ഒരു സോക്കറ്റിലാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത്, അതായത് 12 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് തൊട്ടിപ്പുറത്തായിട്ട് സിം ഇടാനുള്ള ചെറിയൊരു ഹോൾ കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ മൈക്രോ സിം ആണ് ഇടാൻ പറ്റുള്ളൂ. സിം ഈ രീതിയിൽ ഇട്ടിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, സിം ലോക്ക് ആയിക്കോളും. ഒന്നുകൂടി സിമ്മിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ സിം ഊരിയും വരും. അപ്പോൾ ഇതൊന്നും വലിയ പാടില്ല, എല്ലാ കാര്യങ്ങളും സിമ്പിളാണ്. പിന്നെ ഈ സിം ഇടുന്നതിന് തൊട്ട് ചേർന്നായിട്ട് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പിന്നെ ഈ കാണുന്ന ഈ ഒരു സോക്കറ്റ്, ഇതിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു മഞ്ഞ കേബിൾ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു എത്തർനെറ്റ് കേബിൾ ഉപയോഗിക്കുന്ന പഴയ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ വൈഫൈ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു നെറ്റ് ഈ ഒരു കേബിൾ വഴി കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ റൂട്ടറിലുള്ള ഇൻഡിക്കേറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി കാണുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ, ഇത് പവർ ഓൺ ഇൻഡിക്കേറ്ററാണ്. പിന്നെയുള്ളത് വൈഫൈയുടെ ഇൻഡിക്കേറ്റർ, പിന്നെ ഇൻ്റർനെറ്റ് കണക്റ്റ് ആകുമ്പോൾ ഇൻഡിക്കേറ്റർ. ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മളത് നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് തെളിഞ്ഞ് നിൽക്കുകയുള്ളൂ, അല്ലാത്ത സമയത്ത് ഇത് ഓഫായിരിക്കും. പിന്നെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ഈ റൗണ്ടിൽ കാണുന്നത് ഇത് ഇൻഡിക്കേറ്റർ ഒന്നുമല്ല, ഇതവിടെ ചുമ്മാ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സോക്കറ്റിൽ എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്ത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ്. പിന്നെയുള്ള ലാസ്റ്റത്തെ ഇൻഡിക്കേറ്ററാണ് റേഞ്ചിൻ്റെ. അപ്പോൾ റേഞ്ച് കിട്ടുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കും, അല്ലാത്ത സമയത്ത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എനിക്കിവിടെ BSNL സിമ്മ് ഫോണിലിട്ടാലത്തെ അവസ്ഥ കാണിക്കാം. റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, 4G കണക്റ്റ് ആകുന്നില്ല. അപ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, നെറ്റ് കണക്റ്റ് ആയിട്ടില്ല. നമുക്കിനകത്ത് എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കൂടി കാണിക്കാം. ഡേറ്റ ഓൺ ആക്കിയാലും നെറ്റ് കണക്റ്റ് ആവില്ല, ഇതേ അവസ്ഥ തന്നെ നിൽക്കുകയുള്ളൂ. നിലവിൽ ഈ അവസ്ഥയിൽ എനിക്ക് ഈ ഒരു സിം ഉപയോഗിച്ച് കോൾ ചെയ്യാൻ മാത്രമാണ് പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിം വൈഫൈ റൂട്ടർ വാങ്ങിയത്. അപ്പോൾ ഈ റൂട്ടറിൽ ഞാൻ ഈ ഒരു BSNL സിം ഇട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മേടിച്ച് വെക്കാൻ പറ്റിയ ഐറ്റമാണിത്.
പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാൻ നമുക്കിത് പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. അതുപോലെ ഈ റൂട്ടറിന് മൊത്തത്തിൽ 4 ആൻറ്റിനയാണ് കൊടുത്തേക്കുന്നത്. വൈഫൈക്ക് 2 ആൻറ്റിനയും അതുപോലെ 4G 5G സിഗ്നലിന് വേണ്ടിയിട്ട് 2 ആൻറ്റിന. അപ്പോൾ ഈ 4 ആൻറ്റിനയും ഇതിൽ ഫിക്സഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മടക്കിയൊക്കെ വെക്കാം. ഈ റൂട്ടറിൽ നിന്ന് ഒരിടത്ത് മാറ്റാൻ പറ്റില്ല ഈ ആൻറ്റിനകളൊന്നും. പിന്നെ ഈ റൂട്ടറിൻ്റെ ഇവിടെ കിട്ടിയേക്കുന്ന അഡാപ്റ്റർ ഈ കാണുന്നതാണ് 12 വോൾട്ട് 500 മില്ലി ആംപിയറിൻ്റെയാണ്. അതുപോലെ നമ്മുടെ റൂട്ടർ ഈ ഒരു അഡാപ്റ്ററിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് റൂട്ടർ വർക്ക്. അപ്പോൾ ഇതിൽ ഞാൻ സിമ്മൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി കൂടി ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ റൂട്ടറും ഫോണും തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. റൂട്ടർ ഓൺ ആക്കി ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് നമ്മുടെ ഫോണിൻ്റെ വൈഫൈ ഓൺ ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ട്രൂ വ്യൂ എന്ന് പറഞ്ഞ ഒരു പേരിൽ ക്ലിക്ക് ചെയ്യുക. അതിന് പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു പാസ്വേഡും ഈ റൂട്ടറിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ ഫോണും റൂട്ടറും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടറിൻ്റെ വൈഫൈ പാസ്വേഡും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനും ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ റൂട്ടറിനി ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അഡാപ്റ്റർ ഫ്ലഗ് കണക്ട് ചെയ്ത് ഓണാക്കി കഴിയുമ്പോൾ പവറിൻ്റെ അവിടുത്തെ ഇൻഡിക്കേറ്റർ മാത്രം തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ റൂട്ടർ ഓണാക്കി ഏകദേശം ഒരു കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും വൈഫൈയുടെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കും. ഇപ്പോൾ വൈഫൈ ഓൺ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഓണായി വരേണ്ടത് റേഞ്ചാണ്. 4G അല്ലെങ്കിൽ 5G ഇത് കണക്റ്റ് ആകുന്നവരെ ഈ ഒരു സിഗ്നലിൻ്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. 4G 5G സിഗ്നൽ കണക്റ്റ് ആയെങ്കിൽ മാത്രമാണ് ഈ ഒരു സിഗ്നലിൻ്റെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് നിൽക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ സിഗ്നൽ കണക്റ്റ് ആയിട്ടുണ്ട്. സിഗ്നൽ കണക്റ്റ് ആയി കഴിയുമ്പോൾ നേരെ ഈ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ വൈഫൈ ഓണാക്കി ഈ റൂട്ടറായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഉപയോഗിക്കാനൊക്കെ വളരെ സിമ്പിളാണ്. നേരെ സിം എടുക്കുക, പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുക, ഓൺ ചെയ്യുക, പിന്നെ ഫോണിൽ വൈഫൈ ഓണാക്കി കണക്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെ റൂട്ടർ നമ്മുടെയൊക്കെ വീടുകൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള എല്ലാവരെയും സിം നെറ്റ് ചാർജ് ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കേണ്ട. ഏതെങ്കിലും ഒരു സിമ്മ് മാത്രം നെറ്റ് ചാർജ് ചെയ്ത് ഈ ഒരു റൂട്ടറിൽ ഇടുക. എല്ലാവർക്കും നെറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ റൂട്ടർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ മേടിക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഇതിനകത്ത് BSNL സിമ്മൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നെറ്റ് ചാർജും കുറവായിരിക്കും. ഡേറ്റയും കൂടുതൽ കിട്ടും, നെറ്റ് ചാർജും വളരെ കുറവാണ്. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ ഇങ്ങനെയുള്ള റൂട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡം കറണ്ട് പോയാലും ഇങ്ങനെയുള്ള റൂട്ടർ അല്ലെങ്കിൽ വൈഫൈ മോഡൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു റൂട്ടറിൽ ഞാൻ സിം ഇട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് റൂട്ടർ വീടിനകത്ത് വെച്ചാലും സിഗ്നൽ കിട്ടുന്നുണ്ട്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വീഡിയോ കാണാനൊക്കെയാണ് വലിയ ലാഗില്ലാതെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് വീഡിയോ ലോഡായി വരുന്നുണ്ട്. അതുപോലെ മിക്കവർക്കും സംശയം വരാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ റൂട്ടിലിട്ട് ഉപയോഗിക്കുന്ന സിമ്മ് ഈ ഒരു സിമ്മിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ അറിയാൻ പറ്റുന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ സിം ഇട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സിമ്മിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ അറിയാൻ പറ്റില്ല. നമ്പർ ബിസി എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു റൂട്ടർ ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടേബിളിലോ അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ ഹാങ് ചെയ്തിടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു 4 ആൻറ്റിനെയും നമുക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും വളച്ച് വെക്കാം. അതുപോലെ ഇതിൻ്റെ വൈഫൈ സിഗ്നൽ അതാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനിത് വാങ്ങി ഏകദേശം ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതുവരെയായിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ 4G സിഗ്നൽ എവിടെയാണോ നന്നായിട്ട് കിട്ടുന്നത് ആ ഒരു ഏരിയ നോക്കി ഈ ഒരു റൂട്ടർ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.